ലെബനനിൽ ഹിസ്ബുള്ളക്കെതിരെ ഇസ്രായേലിന്റെ മാരക ഓപ്പറേഷൻ. കഴിഞ്ഞ ദിവസം നടത്തിയ ഇസ്രായേൽ ആക്രമണത്തിൽ 3 ഹിസ്ബുള്ള ഭീകരന്മാർ കൊല്ലപ്പെട്ടു എന്നുള്ള വാർത്തയാണ് പുറത്തു വരുന്നത്. ഹിസ്ബുള്ളയുടെ തെക്കൻ ലെബനനിൽ പ്രവർത്തിക്കുന്ന 3 പ്രധാനപ്പെട്ട തീവ്രവാദികളെ, കമാൻഡർമാരെ വധിച്ചു എന്നാണ് ഇസ്രായേലി സേന അവകാശപ്പെടുന്നത്. ഇതിൽ ഒരാൾ ലെബനീസ് സേനയുടെ രഹസ്യാന്വേഷണ വിഭാഗത്തിൽ പ്രവർത്തിച്ചു വരികയായിരുന്നു. ഹിസ്ബുള്ളയുടെ ഭീകരനാണ്. അതേസമയം തന്നെ ലെബനന്റെ ഔദ്യോഗിക സേനയിലും ഇയാൾ പങ്കാളിയായിരുന്നു എന്നാണ് ഇപ്പോൾ IDF പുറത്തുവിടുന്ന ഏറ്റവും നിർണായകമായ വിവരം. ഈ 3 ഹിസ്ബുള്ള ഭീകരന്മാരെയും കഴിഞ്ഞ ദിവസമാണ് ഇസ്രായേലി സേന വധിച്ചത്. ഈ 3 ഭീകരന്മാരും സഞ്ചരിച്ചിരുന്ന വാഹനത്തിന് നേരെ ഇസ്രായേലിന്റെ അതിമാരകമായ എയർ സ്ട്രൈക്ക് ഉണ്ടാവുകയായിരുന്നു. വ്യോമാക്രമണത്തിൽ കാറുകൾ തുണ്ടം തുണ്ടമായി ചിന്നിച്ചിതറി എന്നുള്ള വിവരമാണ് ഇപ്പോൾ ലെബനനിൽ നിന്ന് പുറത്തു വരുന്നത്. ഈ ആക്രമണത്തെക്കുറിച്ച് ലെബനീസ് മാധ്യമങ്ങൾ തന്നെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ആക്രമണത്തിൽ നിരവധി പേർ കൊല്ലപ്പെട്ടു എന്നാണ് ലെബനീസ് മാധ്യമങ്ങൾ പുറത്തുവിടുന്നത്. കൊല്ലപ്പെട്ടവരിൽ ലെബനൻ പൗരന്മാരും ഉൾപ്പെടുന്നു എന്ന് ലെബനീസ് മാധ്യമങ്ങൾ പറയുമ്പോൾ 3 ഹിസ്ബുള്ള ഭീകരന്മാർ മാത്രമാണ് ആക്രമണത്തിൽ കൊല്ലപ്പെട്ടതെന്നും ഇവർ കാറിൽ സഞ്ചരിക്കവെയാണ് കാറിന് നേരെ ആക്രമണം നടത്തിയതെന്നും IDF ഇപ്പോൾ വെളിപ്പെടുത്തുന്നു. ഇസ്രായേലി സേനയ്ക്കെതിരെ ആക്രമണം നടത്തുന്നതിനുള്ള പദ്ധതിയും തയ്യാറെടുപ്പുകളും നടത്തുന്നതിനിടയിലാണ് ഹിസ്ബുള്ള ഭീകരന്മാർക്ക് നേരെ IDFന്റെ ആക്രമണം ഉണ്ടായത്. ഒക്ടോബർ മാസത്തിന് ശേഷം ലെബനനിൽ മാത്രം 40 ഹിസ്ബുള്ള ഭീകരന്മാരെയാണ് ഇസ്രായേലി സേന വധിച്ചത്. 2024 ഒക്ടോബറിൽ 2024 നവംബറിൽ നിലവിൽ വന്നതാണ് ഇസ്രായേലിനും ഹിസ്ബുള്ളയ്ക്കും ഇടയിലുള്ള വെടിനിർത്തൽ കരാർ. എന്നാൽ ഈ വെടിനിർത്തൽ കരാർ പ്രാബല്യത്തിൽ വന്നതിന് പിന്നാലെയും നിരവധി തവണ ഇസ്രായേലി സേന ലെബനനിൽ ഹിസ്ബുള്ളയ്ക്കെതിരെ ആക്രമണം നടത്തിയിട്ടുണ്ട്. ഹിസ്ബുള്ളയുടെ കണക്ക് പ്രകാരമാണെങ്കിൽ 1900 തവണയാണ് വെടിനിർത്തൽ കരാർ ഇസ്രായേൽ ലംഘിച്ചത്. എന്നാൽ ഇത് വെടിനിർത്തൽ കരാർ ലംഘനമല്ലെന്നും ഹിസ്ബുള്ള ഭീകര പ്രവർത്തനങ്ങൾക്ക് തയ്യാറെടുക്കുമ്പോൾ ഒരു പ്രതിരോധം എന്ന നിലയിൽ അവർക്ക് നേരെ ആക്രമണം നടത്തുകയാണ് തങ്ങളെന്നുമാണ് ഇസ്രായേൽ ഇതിന് നൽകുന്ന വിശദീകരണം എന്തായാലും തന്നെ ഇസ്രായേലിന്റെ ആക്രമണം ഇപ്പോൾ തെക്കൻ ലെബനനിൽ പ്രത്യേകിച്ച് ഹിസ്ബുള്ള ഓപ്പറേറ്റീവ് കേന്ദ്രങ്ങളിലേക്ക് നിരന്തരമായി ഉണ്ടാകുന്നു എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം. ഹിസ്ബുള്ളയുടെ പുനരുജ്ജീവനം, ഹിസ്ബുള്ളയുടെ തിരിച്ചുവരവ്, അത് ഏത് തരത്തിലെങ്കിലും ഇല്ലാതാക്കുക എന്നുള്ളതാണ് ഇസ്രായേലിന്റെ ഏറ്റവും വലിയ ലക്ഷ്യം. ഹിസ്ബുള്ളയുടെ പ്രധാനപ്പെട്ട കേന്ദ്രങ്ങളെ, ഹിസ്ബുള്ളയുടെ ഓപ്പറേഷൻ സെന്ററുകളെ, ഹിസ്ബുള്ളയുടെ പ്രധാനപ്പെട്ട ക്യാമ്പുകളെ, ഹിസ്ബുള്ളയുടെ ആയുധ സംഭരണശാലകളെയൊക്കെ നിരന്തരമായി ഇസ്രായേലി സേന ആക്രമിക്കുന്നുണ്ട്. തെക്കൻ ലെബനനിലെ നിരവധി കേന്ദ്രങ്ങളിൽ ഹിസ്ബുള്ള വീണ്ടും തങ്ങളുടെ ബേസ് ക്യാമ്പുകൾ തുറന്നു എന്നാണ് ഇസ്രായേലി സേനയുടെ കണക്കുകൂട്ടൽ. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഓരോ സംശയമുള്ള ഇടങ്ങളിലേക്കും ഇസ്രായേലി സേന അതിശക്തമായിട്ടുള്ള വ്യോമാക്രമണങ്ങളും മിസൈൽ ആക്രമണങ്ങളും ഡ്രോൺ ആക്രമണങ്ങളും നടത്തുന്നത്. കഴിഞ്ഞ 2 മാസത്തിനിടയിലാണ് 40-ലധികം ഹിസ്ബുള്ള ഭീകരന്മാരെ ലെബനനിൽ മാത്രം ഇസ്രായേലി സേന വധിച്ചത്. തെക്കൻ ലെബനനിലുള്ള പാലസ്തീൻ അഭയാർത്ഥി ക്യാമ്പുകൾക്ക് നേരെ ആഴ്ചകൾക്ക് മുമ്പ് ഇസ്രായേൽ ആക്രമണം ഉണ്ടായിരുന്നു. ആ പാലസ്തീൻ അഭയാർത്ഥി ക്യാമ്പുകളുടെ മറവിൽ ഹമാസിന്റെ ഒരു ബേസ് ക്യാമ്പ് പ്രവർത്തിക്കുന്നുണ്ടെന്നും ആ ബേസ് ക്യാമ്പിൽ നിന്ന് ഇസ്രായേലി സേനയ്ക്കെതിരെ ആക്രമണത്തിനുള്ള തയ്യാറെടുപ്പുകൾ നടത്തുന്നുണ്ടെന്നുമുള്ള വിവരങ്ങളുടെ അടിസ്ഥാനത്തിലാണ് ആ ബേസ് ക്യാമ്പിന് നേരെ ഇസ്രായേലി സേന ആക്രമണം നടത്തിയത്. ആ ആക്രമണത്തിൽ നിരവധി ഹമാസ് ഭീകരന്മാർ കൊല്ലപ്പെട്ടു എന്നും IDF അവകാശപ്പെടുന്നുണ്ട്. എന്തായാലും തെക്കൻ ലെബനനിലെ ഹിസ്ബുള്ള കേന്ദ്രങ്ങൾ നിരന്തരമായി ആക്രമിക്കുകയാണ് ഇസ്രായേലി സേന. ലെബനനിലെ ഹിസ്ബുള്ള ഭീകരന്മാർ ഒരു തരത്തിലും ഇനി തിരിച്ചു വരരുത്. ഇസ്രായേലിനൊരു ഭീഷണിയായി ഒരു തരത്തിലും അവർ ശക്തി പ്രാപിക്കില്ല. ഇതാണ് ഇസ്രായേലിന്റെ ഏറ്റവും വലിയ ലക്ഷ്യം. ആ ലക്ഷ്യം നിറവേറുന്നതിനായി ഹമാസിനെതിരെ നടത്തിയതുപോലെ ഹിസ്ബുള്ളക്കെതിരെയും അതിരൂക്ഷമായിട്ടുള്ള ആക്രമണങ്ങൾ ഇസ്രായേലി സേന നിരന്തരമായി നടത്തിക്കൊണ്ടിരിക്കുന്നു. ഈ ആക്രമണത്തിന് മുന്നിൽ പിടിച്ചു നിൽക്കാൻ കഴിയാതെ ഓടി ഒളിക്കുകയാണ്, അല്ലെങ്കിൽ ജീവനം കൊണ്ട് പായുകയാണ് ഹിസ്ബുള്ള ഭീകരന്മാർ. 2023 ഒക്ടോബർ മാസം 7 ഹമാസിനെതിരെ ഇസ്രായേൽ ആരംഭിച്ച യുദ്ധത്തിന് പിന്നാലെയാണ് ഇസ്രായേൽ ഹിസ്ബുള്ള യുദ്ധം ആരംഭിക്കുന്നത്. തെക്കൻ ലെബനന്റെ പല ഭാഗങ്ങളിൽ നിന്നും ഇസ്രായേലിന് നേരെ നിരന്തരമായി റോക്കറ്റ് ആക്രമണങ്ങളും മിസൈൽ ആക്രമണങ്ങളും നടത്തുകയായിരുന്നു ഹിസ്ബുള്ളയുടെ രീതി. ഒടുവിൽ മറ്റു ഗത്യന്തരമില്ലാതെ ഹിസ്ബുള്ള എന്ന ഭീകര സംഘടനയ്ക്കെതിരെ കൂടി നേരിട്ടുള്ള യുദ്ധത്തിന് ഇസ്രായേൽ ഇറങ്ങി പുറപ്പെട്ടു.
അതിന് തൊട്ടു മുൻപ് തെക്കൻ ലെബനനിൽ നിന്നും വടക്കൻ ഇസ്രായേലിലേക്ക് നിരന്തരമായി അയച്ച റോക്കറ്റുകളുടെയും മിസൈലുകളുടെയും ഫലമായി 50,000-ഓളം ഇസ്രായേലികൾ സ്വന്തം വീടും കിടപ്പാടവും ഒക്കെ വിട്ട് പലായനം ചെയ്യേണ്ടി വന്നു. ഇത് ഇസ്രായേലിനെ സംബന്ധിച്ച് വലിയ തിരിച്ചടിയായിരുന്നു. ഇത്രത്തോളം ജനങ്ങൾ സ്വന്തം രാജ്യത്ത് നിന്ന് മറ്റു പ്രദേശങ്ങളിലേക്ക് പലായനം ചെയ്യുന്നത് ഇസ്രായേലിനെ സംബന്ധിച്ച് ചിന്തിക്കാൻ കഴിയുന്നതായിരുന്നില്ല. ഇതിനൊരു പ്രതികാരം എന്നോണമാണ് തെക്കൻ ലെബനനിലെ ഹിസ്ബുള്ള കേന്ദ്രങ്ങളിലേക്ക് ഇസ്രായേലി സേന ആക്രമണം ആരംഭിച്ചത്. ആ ആക്രമണം പതിയെ പതിയെ ഹിസ്ബുള്ളക്കെതിരെയുള്ള സമഗ്രമായ ആക്രമണമായി വളർന്നു. ഒടുവിൽ 65 ദിവസം പിന്നിടുമ്പോൾ ഹിസ്ബുള്ളയുടെ നട്ടെല്ല് തകർക്കുകയായിരുന്നു ഇസ്രായേലി സേന ചെയ്തത്. ഹസൻ നസറുള്ള എന്ന പതിറ്റാണ്ടുകൾ ഹിസ്ബുള്ള എന്ന ഭീകര പ്രസ്ഥാനത്തെ നയിച്ച ഹിസ്ബുള്ളയുടെ തലവനെ തന്നെ ബെയ്റൂട്ടിലിട്ട് തീർത്തു. ബെയ്റൂട്ടിലെ ഹിസ്ബുള്ള ആസ്ഥാനത്തിന് നേരെ 10 കണക്കിന് ഭാരമുള്ള ക്ലസ്റ്റർ ബോംബുകളാണ് പ്രയോഗിച്ചത്. ഹിസ്ബുള്ള ആസ്ഥാനം തകർന്ന് തരിപ്പണമായി എന്ന് മാത്രമല്ല, അതിനുള്ളിൽ ഉണ്ടായിരുന്ന 20-ലധികം ഹസൻ നസറുള്ള അടക്കം 20-ലധികം പ്രധാനപ്പെട്ട നേതാക്കന്മാർ വധിക്കപ്പെട്ടു എന്ന് മാത്രമല്ല, ആ ഹെഡ്ക്വാർട്ടേഴ്സ് ഇരുന്ന പ്രദേശം തന്നെ ഇല്ലാതായി. മീറ്ററുകൾ താഴ്ചയുള്ള വലിയ ഗർത്തങ്ങളാണ് ആ പ്രദേശത്ത് ഉണ്ടായത്. അതാണ് ഇസ്രായേലി സേനയുടെ ആക്രമണത്തിൻ്റെ കരുത്ത്. ഒടുവിൽ ഇസ്രായേലി സേനയ്ക്ക് മുന്നിൽ പിടിച്ചു നിൽക്കാൻ കഴിയാതെ അമേരിക്കയ്ക്കും ഇറാനുമൊക്കെ മുന്നിൽ കൈകൂപ്പിക്കൊണ്ട് വെടിനിർത്തലിന് വേണ്ടി ഹിസ്ബുള്ള താണുകേണ് വീണു. ഒടുവിൽ ഇസ്രായേലി സേന 2024 നവംബർ 24 വെടിനിർത്തലിന് സമ്മതിച്ചു. എന്നാൽ അതിനുശേഷവും 1 വർഷത്തോളം പിന്നിടുമ്പോൾ ഇസ്രായേൽ ആക്രമണം തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ഹിസ്ബുള്ള പറയുന്നത് പോലെ 1900 തവണ ഹിസ്ബുള്ള വെടിനിർത്തൽ കരാർ ലംഘിച്ചു. ആ ലംഘനം ഉണ്ടായെങ്കിലും ഇല്ലെങ്കിലും ഹിസ്ബുള്ള എന്ന ഭീകര സംഘടനയ്ക്ക് നേരെ ഇസ്രായേൽ നടത്തുന്ന ആക്രമണത്തിന് യാതൊരു കുറവുമില്ല. ഇപ്പോഴും ആ ആക്രമണം തുടർന്നുകൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ ദിവസം നടത്തിയ ആക്രമണത്തിൽ 3 പ്രധാനപ്പെട്ട ഹിസ്ബുള്ള ഭീകരന്മാരെയാണ് ഇസ്രായേലി സേന വധിച്ചത്. ഓടുന്ന കാറിൽ രക്ഷപ്പെടാൻ ശ്രമിക്കുന്നതിനിടയിലാണ് 3 ഭീകരന്മാർക്ക് നേരെ ഇസ്രായേലി സേനയുടെ കനത്ത വ്യോമാക്രമണം ഉണ്ടായത്. വ്യോമാക്രമണത്തിൽ കാറ് പൊട്ടിത്തകർന്ന് നാമാവശേഷമായി 3 ഭീകരന്മാരും വധിക്കപ്പെട്ടു. ഇറാന്റെ സൈനിക സാമ്പത്തിക സഹായത്തോടുകൂടി ഇസ്രായേലിനെതിരെ യുദ്ധം ചെയ്യുന്ന പ്രധാനപ്പെട്ട ഇറാന്റെ പ്രോക്സികളിലൊന്നാണ് ഹിസ്ബുള്ള. ഹമാസിന്റെ പതനത്തിന് പിന്നാലെ മധ്യേഷ്യയിൽ, മിഡിൽ ഈസ്റ്റിൽ ഹിസ്ബുള്ള എന്ന ഭീകര സംഘടന കൂടി എന്നേക്കുമായി ഇല്ലാതാവുകയാണ്. ലെബനനിൽ ഹിസ്ബുള്ളയുടെ അന്ത്യം ഉറപ്പിക്കുകയാണ് ഇസ്രായേലി സേന. ഹിസ്ബുള്ള എന്നേക്കുമായി ഭൂമുഖത്ത് നിന്ന് നശിക്കാനുള്ള അവസരം എത്തിയിരിക്കുന്നു. ഹിസ്ബുള്ളയുടെ സർവനാശം ഉറപ്പിക്കുകയാണ് ഇസ്രായേലി സേന.